ഹായ്, ഏവർക്കും സ്വാഗതം. ഞാൻ ബ്ലാക്ക്. നിലവിൽ സർക്കാർ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് ഒരുങ്ങുന്ന സമയമാണ്. ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരതിലൂടെ സർക്കാർ ജനങ്ങൾക്ക് 5 ലക്ഷം രൂപയാണ് ധനസഹായമായി നൽകുന്നത്. ഇതിന് നികുതി ഈടാക്കുന്നു എന്നൊരു കാര്യം പല സ്ഥലങ്ങളിലും ചർച്ചയ്ക്ക് വന്നിരുന്നതാണ്. നിലവിൽ ഇതിന് നികുതി ഒഴിവാക്കും എന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 1 കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ആരോഗ്യ മേഖലയിലെ വളർച്ചയ്ക്കുതകുന്ന പരിഷ്കാരങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമെന്നാണ് സൂചനകൾ. നിർണായക വെല്ലുവിളികളെ നേരിടാൻ സർക്കാർ ധനസഹായം വർദ്ധിപ്പിക്കുക, ആരോഗ്യ സംരക്ഷണ ചെലവ് വർദ്ധിപ്പിക്കുക, പൊതുജനാരോഗ്യം സംരക്ഷണങ്ങളുടെ വിപുലീകരണം എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. ആഗോള ശരാശരിയുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ ചെലവ് GDP-യുടെ 2.5 മുതൽ 3% വർദ്ധിപ്പിക്കണമെന്നാണ് പ്രധാന ആവശ്യം. നിലവിൽ ഏതാനും വർഷങ്ങളായി ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ ചെലവ് GDP-യുടെ 1.5% മുതൽ 2.1%-നിടയിലാണ്. ഇത് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. നിലവിൽ സർക്കാർ ഫണ്ടിൽ 14% മാത്രം ലഭിക്കുന്ന പ്രതിരോധ ആരോഗ്യ സംവിധാനങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. ആരോഗ്യ ഇൻഷുറൻസിനു മേലുള്ള നികുതി കുറയ്ക്കണമെന്നുള്ള നേരത്തെയുള്ള ആവശ്യമാണ് ഉയർന്നത്. ഉയർന്ന ആരോഗ്യ സംരക്ഷണ ചെലവുകൾ കാരണം സ്ത്രീകൾക്ക് പ്രീമിയം പലപ്പോഴും കൂടുതലാണ്. ആരോഗ്യ സംരക്ഷണ മേഖലയിലെ നികുതി ഏകീകരണത്തിന്റെ ആവശ്യകതയും ഗവേഷണം, നവീകരണം, കയറ്റുമതി പ്രോത്സാഹനങ്ങൾ എന്നിവയ്ക്കുള്ള നടപടികളും ഉണ്ടാകേണ്ടതുണ്ട്. നിലവിലുള്ള ക്ഷേമ പദ്ധതികളുടെ പരിധിക്ക് പുറത്തുള്ള നഗരങ്ങളിലെ താഴ്ന്ന വരുമാനക്കാരായ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആരോഗ്യ സംരക്ഷണ നയങ്ങളും നടപ്പിലാക്കേണ്ടതുണ്ട്. അടിസ്ഥാന ആരോഗ്യ കവറേജ് പ്ലാനുകൾ പ്രോത്സാഹിപ്പിക്കുന്നതും ആയുഷ്മാൻ ഭാരത് പരിപാടി ഈ കുടുംബങ്ങളെ ഉൾപ്പെടുത്തുന്നതിനായി വികസിപ്പിക്കുന്നതും ആവശ്യം. ആരോഗ്യ സംരക്ഷണത്തിലേക്ക് മികച്ച പ്രവേശനം ഉറപ്പാക്കുകയും വേണം. വരാനിരിക്കുന്ന ബഡ്ജറ്റിൽ ആരോഗ്യ സംരക്ഷണത്തിന് കൂടുതൽ ഗുണകരവും ആഗോളതലത്തിൽ മത്സരാധിഷ്ഠിതവുമായ ഒരു ആരോഗ്യ സംരക്ഷണ സംവിധാനം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർണായക പ്രഖ്യാപനങ്ങൾ സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷ.